കേരളത്തിന്റെ സാമ്പത്തിക നയത്തിൽ പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്. സ്വകാര്യ നിക്ഷേപം വഴിയല്ലാതെ കേരളത്തിന് മുന്നോട്ട് പോകാനാവില്ല എന്ന സന്ദേശം ഒരു സൂചനയല്ല, സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണെന്ന് മുഖ്യമന്ത്രി തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി പൊതുമേഖലയെ മുൻനിർത്തി വികസനത്തെക്കുറിച്ച് സംസാരിച്ച കേരളം ഇന്ന് തുറന്നു പറയുകയാണ്, സ്വകാര്യ മൂലധനമില്ലാതെ വളർച്ച സാധ്യമല്ല. അതിന്റെ തെളിവാണ് ബജറ്റിലെ മിഷൻ സമുദ്ര, അപൂർവ ധാതു കോറിഡോർ തുടങ്ങി പ്രകൃതി വിഭവങ്ങളെ ആധാരമാക്കിയ വികസന പദ്ധതികൾ. കടൽ, കടൽ തീരം, തുറമുഖങ്ങൾ, ധാതു സമ്പത്ത് ഇതെല്ലാം ഇനി നിക്ഷേപത്തിന്റെയും വ്യവസായത്തിന്റെയും വളർച്ചയുടെയും പുതിയ കേന്ദ്രങ്ങളാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇതോടൊപ്പം ഉയരുന്ന ചോദ്യങ്ങളും ചെറുതല്ല. കേരളത്തിന്റെ സമ്പത്ത് വികസനത്തിന് ഉപയോഗിക്കുകയാണോ അതോ സ്വകാര്യ മൂലധനത്തിന് കൂടുതൽ ഇടം ഒരുക്കുകയാണോ? സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന സർക്കാർ വാദം ശരിയാണോ? അതോ വികസനത്തിന്റെ പേരിൽ പൊതുസമ്പത്തിന്മേലുള്ള നിയന്ത്രണം പതിയെ സ്വകാര്യ മേഖലയിലേക്ക് മാറുകയാണോ? ആശയങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള പ്രായോഗിക മാറ്റമാണോ ഇത്? അതോ കേരളത്തിന്റെ സാമ്പത്തിക നയത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും.